ഹായ് ഹലോ വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് ഡെയിലി സ്ലൈസ് വിത്ത് അന്ന. ഇന്ന് രാവിലെ എന്നെ എണീറ്റ് കുർബാനയ്ക്ക് പള്ളിയിൽ പോയി. വന്നതിന് ശേഷം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കിയത് ഞാനാണ്. പേടിക്കണ്ട, വീട്ടിൽ ആർക്കും ഒരു കുഴപ്പമില്ല. കറി തിരക്കേടില്ലാണ്ട് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്കൊന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ആൻഡ് ഷീ ലെഫ്റ്റ്. രാത്രിയായപ്പോൾ വീട്ടിൽ 2 കുട്ടി പട്ടാളങ്ങൾ വന്നു. അവന്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ട് ഞാവൽപ്പഴം കഴിക്കുന്നതിൻ്റെയാ. അപ്പൊ നൈറ്റ് നമ്മൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് മധുത് കഴിക്കാൻ പോയി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ സാധനം കഴിക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ വി റീച്ച്ഡ് ആ ലൊക്കേഷൻ ഗ്രിൽസ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ എക്സൈറ്റ്മെന്റിൽ ഗേറ്റ് ഒന്ന് അടച്ചതാ. വിരലിടയിൽ പോയി ഒരുമാതിരി തക്കാളി പോലെ കൈ ഇരിപ്പുണ്ട്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പെരി പെരി വിങ്സും ഒരു BBQ വിങ്സും ആണ്. എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് BBQ വിങ്സ് ആണ്. അധികം സ്പൈസി അല്ല, എന്നാൽ അധികം സ്വീറ്റും അല്ല. ആദ്യത്തെ പ്ലേറ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ രണ്ടാമത് ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്തു. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അത് കാലി. ഒരാൾ 2 പീസ് ചിക്കൻ കഴിച്ചതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഫുഡ് വന്നു. ഈ കൊണ്ടുവന്ന് വെക്കുന്നതാണ് മധുത്. അവിടെ 3 ടൈപ്പ് റൈസ് അവൈലബിൾ ആണ്. പക്ഷെ 2 നമ്മൾ ഓർഡർ ചെയ്തുള്ളൂ. തേർഡ് വൺ അവൈലബിൾ അല്ലായിരുന്നു, ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ആൻഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് മധുത് വൈറ്റ് ആംബെയർ റൈസ് ആൻഡ് ചിക്കൻ മധുത് ആംബെയർ റെഡും. ഫസ്റ്റ് തന്നെ ഞാൻ ബീഫാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ മീറ്റ് വാസ് സോ ടെൻഡർ. ഇതിൻ്റെ കൂടെ കുറച്ച് തക്കാളി ചമ്മന്തിയും മയണൈസും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് ഐ ട്രൈഡ് ഔട്ട് ദി ചിക്കൻ മധൂത്. ഇതിൻ്റെ മീറ്റ് വാസ് ടെൻഡർ ആൻഡ് കുറച്ച് ഫ്ലേവർഫുൾ ആയിരുന്നു. ബട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് ബീഫ് മധൂത് ആംബെയർ വൈറ്റ്. ലൊക്കേഷൻ വന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് ചെക്ക് ഔട്ട് ദ പേജ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ടായി? നല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അവന്റെ എക്സ്പ്രഷൻ മൈൻഡ് ആക്കണ്ട, അത് കുറച്ച് ഓവറാണ്. വെറും ഷോ അല്ലാട്ടോ. ആള് കുറച്ച് ക്യാമറ ഷൈ ആയതുകൊണ്ടാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ചുറ്റിക്കറങ്ങി നടന്ന് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്.